Hello everyone, welcome to G-Pod Plus to Humanities. It's me Nafi. Yes, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു ആ കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കമന്റ് ചെയ്തോ. നിങ്ങളുടെ പഠനം എവിടെ എത്തി? ഫുള്ള് പഠിച്ചോ, കുറച്ച് പഠിച്ചോ, തീരെ പഠിച്ചിട്ടില്ലേ? നിങ്ങളുടെ പഠനം എവിടെ എത്തി എന്നുള്ള കാര്യം ആദ്യം കമന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോയിലുള്ള കാര്യം ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എന്താ, ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിന്റെ പോർഷൻസ് പഠിക്കേണ്ട ആവശ്യമുണ്ടോന്നാണ്. നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യുക പഠനം എവിടെ എത്തിയെന്ന്. എല്ലാം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഓണം എക്സാം പോർഷൻസ് നോക്കണം. കാരണം ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാം പോർഷൻസിന്റെ 20% ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും. അതായത് ഓണം ആകെയുള്ളത് ഒരു 30 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഓണം എക്സാം പോർഷൻസ് ആയിരിക്കും. അതായത് ഓണം എക്സാം പോർഷൻസ് നിന്ന് ആകെയുള്ള ക്വസ്റ്റ്യൻസിന്റെ 20% ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും ചോദിക്കും. അപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനിയുള്ള സമയം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓണം എക്സാമിന്റെ പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇനി ഒരു പകുതി അല്ലെങ്കിൽ ഒരു 75% പഠിച്ച ആളുകളാണെങ്കിൽ എന്ത് ചെയ്തോ, നിങ്ങൾ ഇതിന്റെ കൂടെ എന്ത് ചെയ്തോ, അതായത് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓണം എക്സാമിന്റെ പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നും പഠിക്കാത്ത 0% ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓണം എക്സാമിന് പോർഷൻ സ്കിപ്പ് ചെയ്ത്, കാരണം നിങ്ങൾക്ക് അത് ഇതുകൂടി പഠിച്ചു തീർക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 0% ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഓണം എക്സാം പോർഷൻ സ്കിപ്പ് ചെയ്തോ. കുറച്ച് പഠിച്ചവരും ഫുള്ള് പഠിച്ചവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഓണം എക്സാം പോർഷൻസ് പഠിച്ചിരിക്കണം. കാരണം 20% ക്വസ്റ്റ്യൻസ് ഓണം എക്സാം പോർഷൻ വരും. ഇതിൽ പല ആളുകൾക്ക് ഇപ്പോഴും ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമാനിറ്റീസിന്റെയും കൊമേഴ്സിന്റെ ഒക്കെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയാത്തവരുണ്ടെങ്കിൽ G-Pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ഒരു മൈൻഡ് സെറ്റ് ആട്ടോ. നിങ്ങൾക്കറിയാം ഓണം എക്സാം പോർഷൻസ് ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. 20% ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തൊക്കെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 20% ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓണം എക്സാമിന്റെ പോർഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓണം എക്സാം പോർഷൻ ആയാലും ക്രിസ്മസ് എക്സാം പോർഷൻ ആയാലും ഏതൊരു എക്സാമിന്റെ പോർഷൻ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ബെറ്റർ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. നല്ലൊരു മൈൻഡ് സെറ്റ് വേണം. നിങ്ങൾക്ക് പഠിച്ചിട്ട് ഫുൾ A+ നേടാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്ത് നേടാൻ സാധിക്കൂ, A+ നേടാൻ സാധിക്കൂ. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ. നിങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എന്നെ കൊണ്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, എനിക്കൊരു സൗകര്യവുമില്ല, എനിക്ക് ഒന്നും സാധിക്കുന്നില്ല എന്ന് വെറുതെ നിങ്ങൾ കംപ്ലൈന്റ് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ എക്സാമിന് മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണില്ല. നിങ്ങൾ പലപ്പോഴും പലരെയും കുറ്റപ്പെടുത്താറുണ്ട്, എനിക്ക് എക്സാമിന് മാർക്കില്ല, ടീച്ചേഴ്സിന് കുഴപ്പമാണ്, പാരൻസിന് കുഴപ്പമാണ്, അങ്ങനെ നിങ്ങൾ കുറ്റപ്പെടുത്താറുണ്ട്. ശരിക്കും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലൊന്ന് ചിന്തിച്ച് സെറ്റാക്കി വെക്കട്ടോ. സോ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം PYQs കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് PYQന്റെ നല്ലൊരു വെയിറ്റേജ് ഇമ്പോർട്ടൻറ്റ്. കാരണം 75% ക്വസ്റ്റ്യൻസും PYQനെ ബേസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ PYQൽ അതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, PYQൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആകെ ഉള്ളതിൻ്റെ ഒരു 75% എന്ത് ചെയ്യുക, ചോദിക്കുക. അതുകൊണ്ട് തന്നെ രാവിലെയും രാത്രിയും രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുകയും രാത്രി ഒരു 3 മണിക്കൂർ പഠിക്കാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിനൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ G-Pod ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവട്ടോ. നമ്മുടെ G-Pod ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, G-Pod ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. സോ അത് മാത്രമല്ല, ഈ ക്രിസ്മസ് എക്സാമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകൾക്കും നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നോട്ടുകൾ, ലൈവിന് ശേഷമുള്ള അപ്ഡേറ്റ്സ്, ലൈവിന് ശേഷമുള്ള നോട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിലാണ്. കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ Nafi.G-Pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. സോ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക, മാക്സിമം അടിപൊളിയായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓണം എക്സാം പോർഷൻസിൽ നിന്ന് 20% ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചോ. അപ്പോൾ ഒന്നും പഠിക്കാത്തവർ ഓണം എക്സാം പോർഷൻസ് സ്കിപ്പ് ചെയ്യുക, എല്ലാം പഠിച്ചവർ ഓണം എക്സാം പോർഷൻസ് റിവൈസ് ചെയ്യുക. കുറച്ച് പഠിച്ച ആളുകൾ കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഓണം എക്സാം പോർഷൻസ് റിവൈസ് ചെയ്യുക. കാരണം നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എല്ലാ ചാപ്റ്ററിനും ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് ആയിരിക്കും. ഇപ്പോൾ ഓണം എക്സാം പോർഷൻ ആണെങ്കിലും ക്രിസ്മസ് എക്സാം പോർഷൻ ആണെങ്കിലും നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാമിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുക, രാവിലെ എണീറ്റ് പഠിക്കുക, രാത്രി 3 മണിക്കൂർ പഠിക്കുക, നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക, ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ഉള്ള മൈൻഡ് സെറ്റിൽ രാവിലെയും രാത്രിയും കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ക്രിസ്മസ് എക്സാം ഈസി ആയിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.